നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ കഠിനമായി തണുപ്പേറ്റ് അധ്യാപകന് ബെൽസ് പ്ലാസി പിടിപെട്ടു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ബൂത്തുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം കളക്ടർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. തിരഞ്ഞെടുപ്പ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ പഴമ്പാലക്കോട് SMM ഹൈസ്കൂളിലെ മലയാളം അധ്യാപകൻ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ അപൂർവമായ ബെൽസ് പ്ലാസി രോഗം ബാധിച്ച് ചികിത്സയിലായി. പെരുമാട്ടി പഞ്ചായത്തിലെ 6ാം വാർഡിലെ ഫാസ്റ്റ് പോളിംഗ് ബൂത്തിലായിരുന്നു ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ലഭിച്ചത്. അങ്കനവാടിയിലെ ഇടുങ്ങിയ മുറിക്ക് പുറത്ത് കൊടും തണുപ്പിൽ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾക്ക് കാവലിരിക്കേണ്ടി വന്നതാണ് അധ്യാപകന്റെ ആരോഗ്യത്തെ മോശമായി ബാധിച്ചത്. തെരഞ്ഞെടുപ്പ് ജോലിയായി ബന്ധപ്പെട്ട് പരിമിതമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ജോലി ചെയ്തതാണ് ഇങ്ങനെ ഒരു ആരോഗ്യാവസ്ഥ മോശമാകാൻ കാരണം. ഇലക്ഷൻ്റെ ഡ്യൂട്ടികളൊക്കെ ഭംഗിയായിട്ട് ആരോഗ്യ മോശ അവസ്ഥ നിലനിൽക്കെ നിർവഹിച്ച് തിരിച്ച് PK ദാസ് ഹോസ്പിറ്റലിൽ ആദ്യം പഴമ്പാലക്കോട് ഹോസ്പിറ്റലിൽ പോവുകയും പിന്നീട് തുടർ ചികിത്സയ്ക്കായിട്ട് മറ്റ് വാണിയംകുളത്തുള്ള PK ദാസ് ഹോസ്പിറ്റലിൽ പോവുകയായിരുന്നു. അപ്പോഴാണ് മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് ചലനശേഷി നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത്. അതിശൈത്യം കാരണം തലച്ചോറിൽ നിന്നും മുഖത്തേക്കുള്ള ഞരമ്പുകൾക്ക് നീരു ബാധിക്കുകയും തുടർന്ന് മുഖത്തെ മസിലുകളുടെ പ്രവർത്തനം നിലയ്ക്കുകയുമായിരുന്നു. തിരഞ്ഞെടുപ്പ് ജോലികൾ പൂർത്തിയാക്കി വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ അവശനായ ഇദ്ദേഹം ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. 2 ആഴ്ചത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. മുഖത്തെ മസിലുകൾക്ക് പഴയ രീതിയിലുള്ള കരുത്ത് ലഭിക്കുന്നതിനായി വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫിസിയോതെറാപ്പി ചികിത്സയും സംഗീത് ആരംഭിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ബൂത്തുകൾ നിശ്ചയിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഇടങ്ങൾ സജ്ജമാക്കണമെന്നും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ മറ്റാർക്കും ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ട് സംഗീത് ജില്ലാ കളക്ടർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. CCV ന്യൂസ്, തിരുവല്ലോമല.